അതായി ദക്ഷിണ കൊടുക്കുന്നതിനെ കുറിച്ചാണ്. പലർക്കും അറിയില്ല എപ്പോഴാണ് ദക്ഷിണ കൊടുക്കാനുള്ളതെന്ന്. അതായത് നമ്മൾ മാല ഇടാൻ പോകുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാലിലൊക്കെ തൊട്ട് തൊഴുത് ഒരു ദക്ഷിണയെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം പോകാൻ. കൂടെ വീട്ടിൽ അപ്പൂപ്പൻ ഇങ്ങനെയുള്ള മുതിർന്ന ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരും കാണുക, കണ്ട് അവരുടെ കാലെല്ലാം തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം മലയ്ക്ക് പോയി മാലയിടുക. മാലയിടുന്ന സമയത്ത് മാലയിടുന്നത് ഇപ്പോൾ കൂടുതലും അമ്പലത്തിൽ തന്നെ ആയിരിക്കും, മേൽശാന്തി ആയിരിക്കും മാലയിട്ടിടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദക്ഷിണ കൊടുത്ത് മാലയിടുക. അല്ല ഗുരുസ്വാമിയാണ് മാലയിട്ട് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഗുരുസ്വാമിക്ക് ഒരു ദക്ഷിണ കൊടുത്ത് മാലയിടുക. അതുമാത്രമല്ല നമ്മുടെ ചിലപ്പോൾ അച്ഛനായിരിക്കും മാലയിട്ട് ഇടുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനൊരു ദക്ഷിണയെ കൊടുത്തതിന് ശേഷം മാലയിടുക. മാല നമുക്ക് അമ്പലത്തിൽ വെച്ച് പൂജിച്ചിടാം, അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടൊന്ന് ഇപ്പോൾ അച്ഛൻ്റെ കൊടുക്കുക, അല്ലെങ്കിൽ അപ്പൂൻ്റെ കൊടുത്തിട്ടോ നമുക്ക് വീട്ടിൽ വെച്ചിടാം, പൂജാ റൂമിൽ വെച്ച് പ്രാർത്ഥിച്ചിടാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇടാം. പക്ഷേ മാലയിട്ട് വ്രതം എടുക്കുമ്പോൾ ആ രീതിയിൽ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ച് വ്രതം എടുക്കേണ്ടതാണ്. പിന്നെ കെട്ട് നിറയ്ക്കുന്ന സമയത്ത് കെട്ടിരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ